വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് നാം വിശകലനം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നാം നിരന്തരം ആലോചിക്കാനും ചർച്ച ചെയ്യാനും തയ്യാറാണെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ സമയം ചെലവഴിക്കുന്നവരാണ് നാം ഇന്ത്യൻസ് ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങൾ. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇടപെടാവുന്നതാണ്. ഞാൻ എൻ്റെ സൗകര്യത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞു പോവുകയാണ്. ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ പ്രക്രിയകൾ കൈകാര്യം ചെയ്യുന്നവർ ഇത്രയേറെ സമയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ല. എന്നിട്ട് പോലും രാവിലെ ഉറക്കം തെളിഞ്ഞ് ഒരു ഉറക്കശേഷമുള്ള ആ ഉറക്കച്ചടവ് പോലും കൃത്യമായി മാറുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ പ്രക്രിയക്ക് വേണ്ടി പാക്കറ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന വിദ്യാർത്ഥിയെ അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വീണ്ടും പഠിപ്പിക്കേണ്ടി വരുന്ന അതിദാരുണമായ ഒരു വിദ്യാഭ്യാസ പ്രക്രിയക്ക് വിധേയരാകുന്നവരാണ് നമ്മുടെ നാട്ടിലെ മക്കൾ. ഇതൊരു നിലവാരം കുറഞ്ഞ ഏർപ്പാടാണ്. ഇതിൽ നിന്ന് നമുക്കേറെ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതാ ഇപ്പോഴും ആലോചിക്കുന്നത്. അഥവാ വിദ്യാഭ്യാസ പ്രക്രിയയെ വകുപ്പ് തലത്തിൽ ലീഡ് ചെയ്യുന്നവർ പലപ്പോഴും ലോക നിലവാരത്തെക്കുറിച്ച് പഠിക്കുന്നതിന് പകരം ചായ കുടിച്ചു പിരിയുമ്പോൾ തോന്നുന്നത് പറയുന്ന നിലവാരത്തിലേക്ക് താഴുന്നു എന്ന് പൊതുജനം ഓഡിറ്റ് ചെയ്യേണ്ടി വരുന്നു പലപ്പോഴും. ഏതായാലും ലോക നിലവാരം പഠന വിധേയമാകുമ്പോൾ നമുക്കിനിയും ഒരുപാട് മാറ്റങ്ങൾക്ക് സാധ്യതയൊക്കെ ഉണ്ട്. അതിന് കുഞ്ഞുണ്ണി മാഷയുടെ അധ്യാപന ഡയറക്ഷൻ കൂടി നെഞ്ചിലേറ്റൽ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരു അധ്യാപകന് പാഠപുസ്തകം ഭാരമാകരുത്. വിദ്യാർത്ഥിയുടെയും അധ്യാപകന്റെയും ഇടയിലെ മതിലായി പാഠപുസ്തകം വരാതിരുന്നാൽ, കഴിഞ്ഞ ഈ അധ്യയന വർഷത്തിന്റെ അവസാനത്തിൽ ഞാൻ ഈ സബ്ജക്റ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഒരു സ്കൂളിൽ 80-ലധികം ടീച്ചേഴ്സുള്ള ഒരു സെഷൻ ലീഡ് ചെയ്യുമ്പോൾ അവിടെ ടീച്ചേഴ്സ് ഒന്നടങ്കം ബഹളം വെച്ചു. ടീച്ചേഴ്സ് ചോദിച്ചൊരു ചോദ്യം, പാഠപുസ്തകം ഈ അടുത്തായി ഗണ്യമായി വലിപ്പം കൂടിയിരിക്കുന്നു, പിന്നെ എങ്ങനെയാണ് ഈ അധ്യാപനത്തിന്റെ സമയം ചുരുക്കുക? അവിടെ സത്യം എന്താണെന്നറിയോ? പുസ്തകം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സമയം ചുരുക്കാനും കണ്ടന്റ് കൂട്ടാനുമുള്ള ഐഡിയയുടെ അടിസ്ഥാനത്തിലായിരുന്നു പാഠപുസ്തകം ആവിഷ്കരിച്ചത്. പക്ഷേ ട്രെയിനിങ്ങിൽ അത് താഴോട്ട് കൊടുക്കാൻ സംവിധാനത്തിന് കഴിയാതെ പോയതായിരുന്നു പ്രശ്നം. പുസ്തകം വർദ്ധിപ്പിച്ചത് സമയം കുറക്കാനായിരുന്നു. അതിനുള്ള ഐഡിയകൾ അവിടെ ഉണ്ട്. പക്ഷെ അത് താഴെത്തട്ടിലെത്തിക്കാൻ നിലവിലുള്ള സംവിധാനത്തിന് പറ്റാതെ പോയതാണ് അതിന്റെ പ്രതിസന്ധി. ഞാൻ പറയുന്നത്, ഇത്രയും കാലിബറുള്ള, ഇത്രയും ശേഷിയുള്ള നല്ലൊരു ടീം നാം ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും മാതൃകകൾ കാണിക്കാൻ സാധിക്കും. സംവിധാനങ്ങളുണ്ട്, ആൾവിഭവമുണ്ട്, നല്ല ഇന്റലിജന്റ് ആയ വലിയൊരു ടീം നമ്മുടെ കൂടെയുണ്ട്. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ വലിയ മികവുണ്ടാക്കാം. ഞാൻ അതേക്കുറിച്ച് ഇടക്കൊന്ന് പറഞ്ഞ വിഷയത്തിലൂടെ ലൈനിലൂടെ തന്നെ തിരിച്ചു വരാം. ഒരു ക്ലാസ് റൂമിലെ ക്ലാസ് നടക്കേണ്ടത് എങ്ങനെ? നമുക്ക് നിലവിലെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ആ സബ്ജക്റ്റ് എടുത്ത് അതിലെ ഒരു ചാപ്റ്റർ, ഈ ചാപ്റ്റർ പഠിപ്പിക്കാൻ തീരുമാനിക്കപ്പെട്ട ഈ ഗവൺമെന്റ് പോർട്ടറുകളിൽ നിശ്ചയിക്കപ്പെട്ട പീരീഡുകൾ, സമയം, ഡ്യൂറേഷൻ, അതെടുത്തു നോക്കുക. ഇത് പഠിപ്പിച്ചാൽ കുട്ടിക്ക് കിട്ടേണ്ടിയിരുന്ന കണ്ടന്റ് എന്താണെന്ന് വിലയിരുത്തുക. അങ്ങനെ വിലയിരുത്തിയാൽ നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് വലിയ ഒരു കണ്ടന്റ് ഈ കുട്ടികളിൽ എത്തിക്കാൻ പറ്റും. ആദ്യം ഈ കുട്ടിക്ക് ഈ ചാപ്റ്റർ പഠിപ്പിച്ചാൽ എന്ത് കിട്ടണം എന്നത് അനലൈസ് ചെയ്യണം. അങ്ങനെ അനലൈസ് ചെയ്തതിന് ശേഷം സാധാരണ നമ്മളെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ പിന്നോക്കക്കാരെ കൂടി പരിഗണിക്കാൻ വേണ്ടി പറയുന്ന റെമഡിയൽ ടീച്ചിങ് സംവിധാനങ്ങളിൽ ഊന്നൽ നൽകുന്ന ഒരു പ്രക്രിയയാണ് VAK ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിഷ്വൽ, ഓഡിറ്ററി, കിനസെറ്റിക്. 3 ലാംഗ്വേജ് ആണ് കുട്ടികൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഒന്ന് വിഷ്വൽ പ്രിഫേർഡ് ആയ കുട്ടികളുണ്ടാകും. എന്താ, ചില കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്ത് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ചാർട്ട് കണ്ടാൽ ആ കുട്ടി പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും. അതല്ലെങ്കിൽ ഒരു വിഷ്വൽ ആയിട്ടുള്ള ഒരു ഡിവൈസിൽ നമ്മൾ ഈ ചാപ്റ്ററിന്റെ പ്രധാന ഭാഗങ്ങൾ കാണിച്ചു കൊടുത്താൽ, ഒരു വീഡിയോ കാണിച്ചു കൊടുത്താൽ ആ കുട്ടി പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കും. ഇങ്ങനെയുണ്ടാവും. വിഷ്വൽ ഓഡിറ്ററിയാണ്.
വിഷ്വൽ പ്രിഫേർഡ് ആണ്. രണ്ടാമത്തത് കിനസറ്റിക് പ്രിഫേർഡ് ആണ്. കിനസറ്റിക് പ്രിഫേർഡ് എന്ന് പറഞ്ഞാൽ ഭാവനകൾ, ഇമോഷനുകൾ, ചലനം, ഇതിനൊക്കെ പ്രാധാന്യമുള്ളവരുണ്ടാകും. ടച്ചിങ്, ഇതിനൊക്കെ വലിയ പ്രാധാന്യമുള്ളവരുണ്ടാകും. അത്തരം വിദ്യാർത്ഥികൾക്ക് അധ്യാപനത്തിൽ ഈ ഭാവാത്മകമായി അവതരിപ്പിക്കുന്നത്, അതുപോലെ ചലനാത്മകമായി അവതരിപ്പിക്കുന്നത്, കുട്ടികൾക്ക് ചലിക്കാൻ അവസരം നൽകുന്നത്, ഇത്തരം സംഗതികൾ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. പിന്നെ ഒരു 20% ഓഡിറ്ററി പ്രിഫേർഡ് ആയിട്ടുണ്ടാവുക. പൊതുവിൽ അവർക്ക് വിഷയം അവതരിപ്പിക്കുന്നതാണ് ഇഷ്ടം ഉണ്ടാവുക, കേൾക്കുന്നതാണ് അവർക്ക് ഇഷ്ടം ഉണ്ടാവുക. ഇത് മൂന്നും ചേർത്ത് പഠിപ്പിക്കാൻ ഒരു ക്ലാസ്സിൽ സംവിധാനമുണ്ടായാൽ ഫാസ്റ്റായിട്ട് കുട്ടികൾ പഠിക്കും. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നേരത്തെ നിങ്ങൾ 50 മിനിറ്റ് 40 മിനിറ്റ് ഉപയോഗിച്ച് എടുത്തൊരു പാഠം നിങ്ങൾക്ക് ഏകദേശം 15 മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കാൻ കഴിയുമെന്നതാണ് സത്യം. ഇങ്ങനെ ഫാസ്റ്റായിട്ട് പഠിപ്പിക്കുന്ന സമയം ചെറിയൊരു ശതമാനം പിന്നോക്കക്കാരുണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അവിടെ നമുക്ക് ഇടപെടാൻ വ്യത്യസ്ത സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം. ഒന്ന്, പീക്ക് ടീച്ചിങ് മെത്തേഡ് ഉപയോഗിക്കാം. പിയർ ടീച്ചിങ് മെത്തേഡ് ഉപയോഗിക്കാം. പിയർ ടീച്ചിങ് ഉപയോഗിക്കുന്നതിന്റെ രീതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടുതൽ മികവുള്ള ചില വിദ്യാർത്ഥികൾ ഉണ്ടാകും. അവർക്ക് നാം പറയുന്നത് തുടങ്ങുമ്പോൾ മനസ്സിലാകും, ഫാസ്റ്റായിട്ട് മനസ്സിലാകും. ഈ ഫാസ്റ്റായിട്ട് മനസ്സിലാകുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു കൊടുക്കുകയും അതിൽ അവർക്ക് അവസരം നൽകുകയും ചെയ്താൽ ആ വിദ്യാർത്ഥികൾ രണ്ടു കൂട്ടരും വലിയ ആനന്ദമുള്ളവരും സന്തോഷമുള്ളവരുമാകും. വിദ്യാർത്ഥികൾക്കിടയിൽ പുതിയൊരു ബഹുമാനമുള്ള റിലേഷൻ രൂപപ്പെടാനും കാരണമാകും. ഇതിന് ചിലപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, ക്ലാസ് റൂമിൽ സമയം മതിയാകാത്ത ഒരു അവസ്ഥവിശേഷം ഉണ്ടാകാം. അവിടെ ചെയ്യാവുന്ന ഒരു രൂപമാണ് ഈ കുട്ടികൾക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു സമയം ഈ രണ്ട് വിഭാഗം വിദ്യാർത്ഥികൾക്കും പരസ്പരം ഒന്നിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അഥവാ ഗൂഗിൾ മീറ്റോ അതല്ലെങ്കിൽ സൂം പ്ലാറ്റ്ഫോമോ ഉപയോഗപ്പെടുത്തിയിട്ട് പരസ്പരം അവർ സംഗമിക്കുന്നു. രണ്ടുപേരും രണ്ടുപേരുടെയും വീട്ടിലാണ്. അവർ പരസ്പരം സംഗമിക്കുന്നതിന്റെ മോഡറേറ്റർ ടീച്ചറാണ്. ഇത് ടീച്ചർ ആർക്ക് വിവരം കൈമാറിയിട്ടുണ്ട്? പാരന്റിന് വിവരം കൈമാറിയിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പോൾ ടീച്ചറും പാരന്റും കുട്ടിയും ഒരു ട്രാക്കിലൂടെ മൂവ് ചെയ്യും. ഒരേ ട്രാക്കിലൂടെ സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ പരസ്പരം റിലേഷൻ ഉണ്ടാകും. ഒരു സ്ഥാപനത്തിന്റെ കൂടെ പാരന്റ്സ് സഞ്ചരിക്കും. ഒരു പാരന്റ് അങ്ങനെ ഉണ്ടായാൽ, ഒരു ഫാമിലി അങ്ങനെ ഉണ്ടായാൽ, ആ ഫാമിലിയിൽ ഒരിക്കലും ആ ഇൻഫർമേഷൻ ഒതുങ്ങി നിൽക്കുകയില്ല. ആ ഫാമിലിയിൽ നിന്ന് സ്പ്രെഡ് ആകുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആ സ്ഥാപനം ആക്റ്റീവ് മോഡിൽ മുന്നോട്ട് പോകുന്നതാണ്. ആ സ്ഥാപനം പഠനത്തിന് വേണ്ടി എല്ലാ സമയവും സജീവമാണ്. നമുക്ക് ചിലവുള്ളത് ചെറിയൊരു ഡയറക്ഷൻ മാത്രമാണ്. നമുക്ക് ചിലവുള്ളത് മനസ്സുകൊണ്ടുള്ള ഒരു പിന്തുണ മാത്രമാണ്. കുട്ടികൾ ചലിച്ചുകൊണ്ടിരിക്കും. പോരാത്തതിന് ഇന്നത്തെ കാലത്ത് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് AI പ്ലാറ്റ്ഫോമുകൾ വളരെയേറെ ഉപയോഗ സാധ്യതയുള്ളതാണ്. അവരുടെ നിലവാരത്തിൽ അവർക്ക് ഇൻഫർമേഷൻ നൽകാൻ കഴിയുന്നതാണ് AIയുടെ നിലവിലുള്ള സ്റ്റാറ്റസ്. അതിൽ തന്നെ പെയ്ഡ് പ്ലാറ്റ്ഫോമുകളൊക്കെ വളരെ സിമ്പിൾ യൂസേജ് ഉള്ളതാണ്. ഏത് നിലവാരത്തിലുള്ളവർക്കും കടന്നു ചെല്ലാൻ പറ്റുന്ന തരത്തിൽ അത്രയും പെർഫോമൻസ് നിലനിർത്തുന്നതാണ് നിലവിലുള്ള AIയുടെ സാധ്യതകൾ. ഇത് നാം അറിഞ്ഞുകൊണ്ടാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ പരിഹാരവുമാണ്. ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം. ഒരു ദിവസം ഞാനൊരു സ്ഥാപനത്തിലെത്തുന്നു. ആ സ്ഥാപനത്തിലെത്തുന്ന സമയത്ത് അവിടുത്തെ പ്രധാന അധ്യാപകൻ ഒരു അറിയപ്പെട്ട സൈക്കോളജിസ്റ്റാണ്. വലിയ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റിന്റെ വലിയൊരു ശൃംഖലയുടെ ഹെഡ് കൂടിയാണ് അദ്ദേഹം. ഒരുപാട് സംവിധാനങ്ങളുടെ കോർഡിനേറ്റർ കൂടിയാണ് അദ്ദേഹം. എൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിന്റെ ഒരു സുപ്രീം ഹെഡ് അദ്ദേഹം എന്നെക്കുറിച്ച് ഈ ഹെഡിനോട് അഥവാ ഈ അവിടുത്തെ പ്രിൻസിപ്പാളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വലിയ ഭാരയായി. കാരണം അദ്ദേഹം അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരം ചോദിക്കാൻ തുടങ്ങി. സത്യം പറയുകയാണെങ്കിൽ ഞാൻ അതിനൊന്നും ഒരുങ്ങിയിട്ടല്ല അവിടെ ചെന്നത്, മറ്റൊരു വിഷയം സംസാരിക്കാനാണ്. ഇയാളുടെ ചോദ്യങ്ങൾ ഒന്നൊന്നായി എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതായിരുന്നു: സ്ഥാപനം സയൻസ് ഗ്രൂപ്പ് കൂടിയുള്ള
ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെ വിദ്യാർത്ഥികൾക്കുള്ള പ്രശ്നം, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ക്ലാസ് റൂമിൽ ഡിവൈസുകൾ ഒരുക്കിയിട്ടുണ്ട്. ഡിവൈസിലൊക്കെ ഇന്റർനെറ്റ് സംവിധാനമുണ്ട്. അവർക്ക് ഇന്റർനെറ്റ് സംവിധാനമുള്ള ഡിവൈസുകൾ കൊടുത്താൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നെഗറ്റീവായ യൂസേജുകളാണ്. ഇതിന് വല്ല സൊല്യൂഷനും ഉണ്ടോ? ഇവരെ ബ്രേക്ക് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ഒരു നിലക്കും നമുക്ക് പറ്റുന്നില്ല. നമുക്ക് വലിയൊരു പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു. അപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യം കൊണ്ടുവന്നത് ലൈഫ് ഈസ് റിയലി വെരി സിമ്പിൾ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര അൽ ഫിത്ര അൽ ഫിത്രത്തു ത്വയ്യിബ. ഓരോ മനുഷ്യക്കുഞ്ഞിന്റെയും യഥാർത്ഥ പ്രകൃതം ശുദ്ധമാണ്. ഓരോ മനുഷ്യന്റെയും യഥാർത്ഥ പ്രകൃതം നല്ലതാണ്. അപ്പോ ഈ കുട്ടികളെ കുറിച്ച് നിലവിൽ നാം ലാബൽ ചെയ്യുന്നൊരു ലാബലിംഗ് ആണ്, നെഗറ്റീവാണ്. ഇത് അൽഫ യുഗമാണ് എന്നത്. അൽഫ യുഗം എന്ന് വിളിക്കുന്നവർ അവർ പരാജയത്തിന്റെ പേരിൽ പുതിയ യുഗത്തെ കൊഞ്ഞനം കുത്തുകയാണ്. നാം ഈ യുഗത്തിന്റെ നാഷൻ അല്ലാത്തതിന്റെ പേരിൽ ഈ യുഗക്കാര് വെറുതെ കൊഞ്ഞനം കുത്തലാണ് അൽഫ എന്ന വിളി. എന്താണ് അൽഫയുടെ പ്രശ്നം പറയുന്നത്? ഇവരെല്ലാം ഡിവൈസുകളുടെ ലോകത്ത് വന്നതാണെന്നാണ്. ഡിവൈസുകൾക്ക് എവിടെയാ കുഴപ്പം? ഞാൻ എൻ്റെ ഡിവൈസ് ഓപ്പൺ ചെയ്താൽ, ഇതിലൊരു യൂട്യൂബ് പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്താൽ, ആ യൂട്യൂബിൽ എന്തുമാത്രം നല്ല സാധ്യതകളുണ്ട്. എനിക്ക് ഇന്ന് ഈ സെഷനിൽ വരണം, എൻ്റെ കയ്യിൽ വിഭവമില്ലെന്ന് സങ്കല്പിക്കുക. എനിക്ക് വിഭവം ശേഖരിക്കാൻ ഈ യൂട്യൂബ് മതി, ഈ ഡിവൈസ് മതി. ഇങ്ങനെ അനന്തമായ ഗുണമേന്മയും സാധ്യതകളും ഉള്ളതാണ് ഈ പ്ലാറ്റ്ഫോം. പക്ഷേ അതിലെ ചെറിയ ഒരു നെഗറ്റീവിനെ മുൻനിർത്തിയിട്ട് നമ്മൾ ഡിവൈസുകളെ നിഷേധിക്കുന്നു, നിഷേധാത്മകമായി അഡ്രസ്സ് ചെയ്യുന്നു. ഇത് നമ്മുടെ കഴിവുകേടാണ്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്ത് ചെയ്യാം? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് നല്ല പ്ലാറ്റ്ഫോമുകൾ പരിചയപ്പെടുത്തൂ, അവർക്ക് അവരുടേതായ കോൺട്രിബ്യൂഷനുകൾക്ക് അവസരം നൽകൂ. അപ്പൊ ചോദിച്ചു, എന്ത് ചെയ്യണം? ഏതാണ് ക്ലാസ്? ഹയർ സെക്കൻഡറി ക്ലാസ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിന് അവരുടെ അഭിരുചിക്ക് അനുയോജ്യമായ ഓരോ വിദ്യാർത്ഥികൾക്കും 5 ഓപ്ഷനുകളെങ്കിലും നൽകിക്കൊണ്ടുള്ള പ്രൊജക്റ്റുകൾ മുന്നിൽ വെക്കും. 5 ഓപ്ഷൻ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാൻ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. എല്ലാ കുട്ടികളും പ്രൊജക്റ്റുകൾ ഏറ്റെടുത്തു. 1.5 മാസത്തിന് ശേഷം അതേ ക്യാമ്പസിൽ ഞാൻ മറ്റൊരു പ്രോഗ്രാമിന് യാദൃശ്ചികമായി പങ്കെടുത്തപ്പോൾ അവിടെയുള്ള നേരത്തെ എനിക്ക് പരിചയമുള്ള ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകരിൽ ഒരാളായ എന്നെ അറിയാവുന്ന ആൾ എന്നോട് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ നല്ല ഉഷാറാണ്. അതിലെ ഒരു നേട്ടം എന്നോട് പറഞ്ഞു, ഈ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ ഒരു ദിവസം അദ്ദേഹം ഇതുപോലുള്ള ഒരു പ്രോഗ്രാം നടക്കുകയാണ്, ഒരു വാൽഡിക്ഷൻ പ്രോഗ്രാം. അതിൽ വെച്ച് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളോട് ചോദിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും വല്ല പ്രസന്റേഷനും നടത്താൻ ചാൻസ് ഉണ്ടോ? അതിലൊരു കുട്ടി പറഞ്ഞു, ഞാൻ നടത്താം. എന്താണ് സബ്ജക്റ്റ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഹാർട്ട് ഹെൽത്ത്, ഹാർട്ട് ഡിസീസസ്. ഒരു ഡോക്ടർ അവതരിപ്പിക്കുന്നതിനേക്കാൾ ഭംഗിയായി എന്ന് പറയാം, ആ കുട്ടി വളരെ ഭംഗിയായി ഹാർട്ടിന്റെ രോഗം എന്താണ്, ട്രീറ്റ്മെന്റ് എന്താണ്, ആരോഗ്യം എന്താണ്, ഇതെല്ലാം ലോക വിവരങ്ങളെല്ലാം ചേർത്ത് ഭംഗിയായി അവതരിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് സംബന്ധമായി എന്തും ചോദിക്കാം. സദസ്സിനോട് അങ്ങനെ കൂടി പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് സ്ഥാപനം നടന്നത് ഇത്രയും കാലത്തിനിടയിൽ ഏറെ ചാരിതാർത്ഥ്യം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. രണ്ടാമതൊരു വിദ്യാർത്ഥി പറഞ്ഞു, ഞാനൊരു പ്രൊജക്റ്റ് അവതരിപ്പിക്കാം. എന്താണ്? സോപ്പുമായി ബന്ധപ്പെട്ട എന്ത് മാറ്ററും, ഒരു സോപ്പ് എത്ര തവണ ഉപയോഗിക്കാം, ആരോഗ്യകരമായ ഒരു സോപ്പിലെ ഇൻഗ്രീഡിയൻസ് എന്താണ്, സോപ്പിൽ മാർക്കറ്റ് റേറ്റ് എന്താണ്, മാർക്കറ്റ് റേറ്റ് കൂടുന്നത് എന്താണ്, കുറയാനുള്ള വഴി എന്താണ്, ഇങ്ങനെ തുടങ്ങി ഇൻ ഡീറ്റെയിൽ എനി കോസ്റ്റിന് എന്ത് വേണമെങ്കിലും ചോദിച്ചോളാൻ ഈ കുട്ടി പറയുന്നു. ഇങ്ങനെ സദസ്സിൽ 2 കുട്ടികൾ എഴുന്നേറ്റ് നിന്നപ്പോ സത്യത്തിൽ ഇതെന്തായിരുന്നു എന്നറിയോ? ഈ പ്രിൻസിപ്പാൾ എന്നോട് ചോദിച്ചതിന്റെ ഉത്തരം അദ്ദേഹം നടപ്പിലാക്കിയതായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിനു ശേഷം ഇപ്പോൾ ഡിവൈസിന്റെ മുമ്പിൽ അവരെ ഒറ്റക്കിരുത്തിയാൽ, ഫോൺ അവരുടെ കയ്യിൽ കൊടുത്താൽ ഷോർട്സ് അവർ കാണില്ല, റീൽസ് അവർ തുറക്കില്ല. കാരണം അത് വേസ്റ്റ് ആണ്. ഷോർട്സ്, റീൽസ് ഒക്കെ വേസ്റ്റ് ആണ്. പക്ഷെ ഈ വേസ്റ്റ് നമ്മൾ കഴിക്കുന്നത് എന്തുകൊണ്ടാ? ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണ്. ഫുഡ് കഴിക്കണം, എന്നാൽ വേസ്റ്റ് കഴിക്കുകയില്ല.
ഈ കുട്ടികൾക്ക് കൃത്യമായി കണ്ടന്റ് കിട്ടിയപ്പോൾ അവരോട് യോജിച്ച അവരുടെ ബ്രില്യൻ അവരുടെ ബ്രെയിനോട് യോജിച്ച അവരുടെ ബുദ്ധിക്ഷമതയോട് യോജിച്ച തലങ്ങൾ അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത് കിട്ടിയപ്പോ അവർ മാറി. അവർക്ക് പിന്നെ വേസ്റ്റ് ആവശ്യമില്ല. പുതിയ കാലത്ത് ഡിവൈസുകളെ അന്യവൽക്കരിക്കുന്നത് വിരോധാഭാസമാണ്. ചെയ്യേണ്ടത് ഡിവൈസ് വൽക്കരിക്കണം, പക്ഷേ ഡിവൈസ് ലിറ്ററസിയാണ് ആവശ്യം. സോഷ്യൽ മീഡിയ ലിറ്ററേഷനാണ് ആവശ്യം. അത് ക്യാമ്പസിൽ നിന്ന് നാം ആണ് നൽകേണ്ടത്. ഉപയോഗമാണ് പരിഹാരം, അകറ്റി നിർത്തലല്ല പരിഹാരം. പക്ഷേ ഔചിത്യവും അനൗചിത്യവും തിരിച്ചറിയാനുള്ള, അവരെ പിന്തുണക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾക്ക് തന്നെയാണ്. ഇനി ഞാൻ പറഞ്ഞതിന്റെ ബാക്കി ഭാഗങ്ങൾ ഞാനിങ്ങനെ താൽക്കാലികമായി പറഞ്ഞു പോരുകയാണ്. അവസരങ്ങൾ നിങ്ങളുടേത്. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. നാം പാരന്റൽ ഇൻവോൾവ്മെന്റ് ആണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പാരന്റൽ ഇൻവോൾവ്മെന്റിന്റെ ഭാഗമായി ഈ കുട്ടികൾക്ക് ഏത് തരം ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ ആ ഇംപ്രൂവ്മെന്റ് പാരന്റ്സിന് നമ്മൾ ഷെയർ ചെയ്യുന്നു. കുട്ടി നേരിടുന്ന പ്രതിസന്ധി ഉണ്ടെങ്കിൽ പരിഹാരം നാം കണ്ടെത്തുന്നു. അതിൽ പാരന്റ്സിനെ നാം സമീപിക്കുക എന്നത് നമ്മുടെ കഴിവുകേടാണ്. വളരെ അത്യപൂർവമായ ചില അവസരങ്ങൾ ഉണ്ടായേക്കാം പാരന്റ്സിനെ കണക്ട് ചെയ്യേണ്ടത്. അല്ലാത്ത എല്ലായിടങ്ങളിലും ആ ഉത്തരവാദിത്വം നമ്മുടേതാണ്. അവിടെ പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിച്ച സന്തോഷം നമ്മൾ രക്ഷിതാക്കളെ അറിയിക്കും. എപ്പോഴാണ് പാരന്റ്സ് മീറ്റ് നടക്കേണ്ടത്? സെലബ്രേഷൻ ഏരിയയിലാണ് പാരന്റ്സ് മീറ്റ് നടക്കേണ്ടത്. പാരന്റ്സ് മീറ്റിന് ചിലപ്പോൾ പെയ്ഡ് സോണായ നമ്മുടെ സ്കൂളുകളിലൊക്കെ ചിലപ്പോൾ രക്ഷിതാക്കൾ വരുന്നുണ്ടാകാം. അത്രയും രക്ഷിതാക്കൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വരാൻ മടിക്കുന്നു. കാരണം ഈ തെറി വിളിച്ചാൽ ആർക്കാണ് ഇഷ്ടം? ഇത്തരം ക്യാമ്പസുകളിൽ പോലും പെയ്ഡ് ചെയ്ത ക്യാഷിന്റെ പെയിൻ ഒടുങ്ങാൻ വേണ്ടിയാണ് അവർ ഈ തെറി കേൾക്കാനും സന്നദ്ധമാകുന്നത്, അവർ ഈ പരാതി കേൾക്കാനും സന്നദ്ധമാകുന്നത്. അപ്പോഴും അത് ട്രഡീഷണലാണ്, അപ്പോഴും അത് നിലവാരക്കുറവാണ്. നിലവാരം എന്താണ്? സന്തോഷം കൈമാറാനാണ് നാം ഒത്തുചേരേണ്ടത്. പരസ്പരം സന്തോഷം കേൾക്കാനാണ്, സന്തോഷം കൈമാറാനാണ് ഒത്തുചേരേണ്ടത്. ഇവിടെ നിങ്ങളുടെ അനേകം ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ പുസ്തകത്തിനടിയിൽ കാണുന്നുണ്ട്. അത് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വീണ്ടും മുന്നോട്ട് തന്നെ പോകുന്നു. ഇനി പറയാനുള്ളത്, നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ എലമെന്റിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ടീച്ചിങ് മെത്തഡോളജി. ടീച്ചിങ് മെത്തഡോളജി ഇപ്പൊ പരാമർശിക്കാനോ അതിലേക്ക് ഇടപെടാനോ ഞാൻ സജീവമായി ഉദ്ദേശിക്കുന്നില്ല. 1-2 സിറ്റിംഗ് കഴിയുമ്പോഴാണ് അതിന് വല്ല നേട്ടവും ഉണ്ടാവുക എന്നതാണ് അതിന്റെ കാരണം. നാം ടീച്ചിങ് ഏരിയയിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ സ്ഥാപിക്കേണ്ട ഒരു പ്രധാന ഡ്രൈവ് മോഡ് ആശയം ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതാണ്. എൻ്റെ ക്ലാസ് റൂമിൽ വരുന്നൊരു കുട്ടിയോട് ആസ് എ ടീച്ചർ എനിക്ക് പറയാൻ പറ്റണം, മോനെ മോളെ, എൻ്റെ ക്ലാസിന്റെ ഈ അതിരിന്റെ ഉള്ളിലേക്ക് നീ കടക്കുന്ന പക്ഷം നീ സ്വസ്ഥയാണ്, നീ സ്വസ്ഥനാണ്. ശാരീരികമായോ മാനസികമായോ നീ നോവിക്കപ്പെടുക എന്നത് പാടില്ലാത്തതാണ്. ഐ ആം റെസ്പോൺസിബിൾ, ഞാൻ ആ വിഷയത്തിൽ ഉത്തരവാദിയാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അധ്യാപകരുടെ മനസ്സിലേക്ക് വരാറുള്ള ഒരു എഴുതാപ്പുറമുണ്ട്. അതെന്താണെന്നറിയോ? കുട്ടിക്ക് എന്ത് ന്യൂനതയുണ്ടെങ്കിലും മിണ്ടേണ്ടതില്ല. അങ്ങനെ ഇല്ല. കുട്ടിക്ക് ഏത് തരം ന്യൂനതയുണ്ടെങ്കിലും ഒരു തരം ന്യൂനതയും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നതല്ല. ഒരു തരം ന്യൂനതയും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, പരിഹരിക്കപ്പെട്ടേ പറ്റൂ. പക്ഷെ അതിന് കുട്ടി നോവേണ്ടതില്ല എന്നതാണ് നമ്മുടെ അവകാശവാദം. അത് സ്ഥിരപ്പെടുത്താൻ വീണ്ടും ഞാൻ സന്നദ്ധനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാമില് സാധാരണ എല്ലായിടത്തും ഭംഗിയായി വിഷയം അവതരിപ്പിക്കുക എന്നതാണ് ചിലരൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ മാനദണ്ഡമായി കാണാറുള്ളത്. അതായത് ഹാസ്യമായി തമാശകൾ വ്യാപകമായി പറഞ്ഞാൽ ട്രെയിനിങ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. മറ്റൊന്ന് ആക്ടിവിറ്റീസുകൾ ചെയ്താൽ. ഈ സദസ്സിൽ ഇരിക്കുമ്പോഴും ഇപ്പൊ സദസ്സിനെ ഒന്ന് തുള്ളിക്കുക, അല്ലെങ്കിൽ ബലൂണ് പൊട്ടിപ്പിക്കുക, അതല്ലെങ്കിൽ അങ്ങനെ കുറെ ഗെയിം, ഈ ആക്ടിവിറ്റീസുകൾ ചെയ്താൽ അതാണ്
ട്രെയിനിങ് എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുണ്ട്. ഞാൻ ഇത് രണ്ടിൽ നിന്നും വിഭിന്നമാണ്. ട്രെയിനിങ് എന്നതിനെ ഡിഫൈൻ ചെയ്താൽ ഒരു ട്രെയിനർ ട്രെയിനിയെ ഏത് സബ്ജക്റ്റാണോ പരിശീലിപ്പിക്കുന്നത് ആ സബ്ജക്റ്റിലേക്ക് പ്രാപ്തമാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സ് എന്തോ അതിനാണ് ട്രെയിനിങ് എന്ന് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നമ്മുടെ ടീച്ചിങ് ഏരിയയിലെ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിയലി നമ്മുടെ ഗ്രൗണ്ടിൽ നാം അഡ്രസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ത്, അത് തന്നെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് അത് ചർച്ചയ്ക്ക് വിധേയമാക്കി അതിൽ പരിഹാരം കാണുക എന്നതാണ് നാം ചെയ്യേണ്ടത്. ഇതിൽ എനിക്ക് എൻ്റെ ബഹുമാന്യരായ ശ്രോതാക്കളോട് ആവശ്യപ്പെടാനും അപേക്ഷിക്കാനും ഉള്ളത്, ഈ സദസ്സിൽ നാം തന്നെ നമ്മെ അസസ് ചെയ്യുക, മറ്റൊരാളെ അസസ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. ഈ സദസ്സിൽ എൻ്റെ ടീച്ചിങ് ക്ലാസ് റൂം, എനിക്ക് റെസ്പോൺസിബിലിറ്റിയുള്ള എൻ്റെ ക്ലാസ് റൂം, എൻ്റെ സ്റ്റുഡൻസ്, ആ വിദ്യാർത്ഥികളിൽ ഞാൻ നിലവിൽ അനുഭവിക്കുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് ഈ സദസ്സിനെ യൂസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഞാൻ ഫസ്റ്റ് ഓഫർ ചെയ്തത് അതിൻ്റെ പീക്ക് ലെവലിലുള്ള ഒരു ഔട്ട്കമാണ് ഓഫർ ചെയ്തത്. ഞങ്ങൾ ഓർക്കുന്നുണ്ടാകാം, ഒരു കുട്ടി നമ്മുടെ സ്കൂളിൽ നിന്ന് ദേശീയ ഗാനം ചൊല്ലി ബെല്ലടിച്ച് പുറത്തേക്ക് പോകുന്ന സെയിം മനോഭാവം നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ പറ്റിയാൽ നിങ്ങൾ ഈ ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും വലിയ സുഹൃതങ്ങളുടെ വക്താവാണെന്ന് പറയാൻ അത് മതി. അത് പറ്റാതിരിക്കുമ്പോ നാം നാളെ നശിപ്പിക്കുന്നവർ എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞത് നാളെ നശിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞില്ല, പക്ഷേ അതിന്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞു. വിദ്യാഭ്യാസം എന്ന പ്രക്രിയയിൽ സത്യം ഇങ്ങനെയാണ്. ഈ ഓഫർ ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. ഇവിടെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ബഹുമാന്യരായ എൻ്റെ ശ്രോതാക്കൾക്ക് ഈ ഇടപെടാനുള്ള റെസ്പോൺസിബിലിറ്റി നൽകിക്കൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഇതിലെന്ത് വേണമെങ്കിലും വളരെ തുറന്ന മനസ്സോടെ ദീർഘകാലം നാം ഒന്നിച്ചിരുന്നാലുള്ള ആ ആറ്റിറ്റ്യൂഡോടുകൂടി തന്നെ നിങ്ങളിൽ ഏതൊരാൾക്കും ഇടപെടാം, ചോദ്യങ്ങളായും സംസാരങ്ങളായും ഇടപെടാം. യു ആർ വെൽക്കം ഓൾ ഓഫ് യു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും. എങ്ങനെ ചെയ്യും? ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിലെ ഏറ്റവും നല്ല ശിഷ്യന്മാർ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും. അത് വെച്ചുകൊണ്ടാണ് അവരുടെ അവകാശികളായ നമ്മളെ അത് അൽ ഉലമാഉ വറസത്തുൽ അംബിയ എന്ന് പറയുന്ന ഉസ്താദുമാർ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ എങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ കൊടുത്തിട്ടും അതിനൊരു മാറ്റങ്ങൾ കാണുന്നില്ല. ഉദാഹരണമായിട്ട് എൻ്റെ ക്ലാസ്സിലെ 4 കുട്ടികൾ സ്ഥിരമായി ക്ലാസ് എടുക്കുന്ന സമയത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പല മരുന്നുകളും കൊടുത്തു, ഒന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല. അതിലൊരു കുട്ടി ക്ലാസ്സിൻ്റെ സമയത്ത് പേന കൊണ്ട് ഡെസ്കിൽ എഴുതുന്നു. പലതും കൊടുത്തു നോക്കി, കഴിഞ്ഞിട്ടില്ല. ഇനി അതിനൊരു പരിഹാരം ഉസ്താദിന് പറഞ്ഞു തരാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ എൻ്റെ ചോദ്യം. ഹനി അല്ലക്, കൺഗ്രാജുലേഷൻ. ഇതാണ് ചോദ്യത്തിൻ്റെ ഏറ്റവും നല്ല രീതി. ഇതിന് പരിഹാരം കാണുന്ന സമയത്ത് ആമുഖമായി ഞാൻ മറ്റൊരു കാര്യം പറയുന്നത്, ഇതിപ്പോൾ ഞാനൊരു പരിഹാരം പറഞ്ഞാൽ ആ പറഞ്ഞ പരിഹാരം പരിഹാരമായോ എന്ന് വിലയിരുത്തണമെങ്കിൽ തുടർച്ച ആവശ്യമല്ലേ അല്ലേ? അതായത് ഞാൻ പറഞ്ഞത് പ്രയോഗിച്ചു, റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്ന് വിലയിരുത്തണം. ആ ഒരു ടൈപ്പിലാണ് നമ്മുടെ മൂവ്മെന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആൻസർ പറയാം. ചെയ്യേണ്ടത്, ഒരു ഗുരുനാഥന്റെ പ്രധാനപ്പെട്ട ടൂളാണ് IDR. അച്ചടക്കം സൃഷ്ടിക്കാൻ ഉപയോഗപ്പെടുത്താവുന്ന ടൂൾ കൂടിയാണ് IDR, ഇൻഡിവിജ്വൽ ഡീറ്റെയിൽ റിപ്പോർട്ട്. നേരത്തെ പറഞ്ഞത് തന്നെയാണിത്. ഒരു പുസ്തകം, ആ പുസ്തകത്തിൽ ഓരോ കുട്ടിയുടെയും പേജ് റിസർവ്ഡ് ആണ്. ആ പേജിൽ ഈ കുട്ടിയുടെ വിവരം നാം മെൻഷൻ ചെയ്യുന്നു, അടയാളപ്പെടുത്തുന്നു. ഈ കുട്ടിയുടെ വിവരം അടയാളപ്പെടുത്തുന്നു. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ 4 പേർക്ക് വേണ്ടി എത്ര ക്ലാസ്, ഏതാ ക്ലാസ്? 7.
8ാം ക്ലാസ്സിലെ എത്ര കുട്ടികളുണ്ടാവും? 43. 43 കുട്ടികളിലെ 4 പേർക്ക് വേണ്ടി ആ ക്ലാസ് ഡിസോർഡർ ആകാൻ പാടില്ല. ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ലെസൺ പ്ലാൻ കൃത്യമാണോ എന്നത് ഉറപ്പുവരുത്തണം. ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ അതിലെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ പാർട്ടുകളും നല്ല ക്ലാരിറ്റി വരുത്തി വെക്കണം. മുന്നറിയിപ്പ് പരിശോധന, ടൂൾസ് എന്താണ്, ടൈമിംഗ് എങ്ങനെയാണ്, അധ്യാപന രീതി എന്താണ് ഉപയോഗിക്കുന്നത്, എത്ര സമയം കൊണ്ടാണ് പഠിപ്പിക്കൽ പൂർത്തിയാക്കുന്നത്, പഠിപ്പിച്ചതിന് ശേഷം ക്ലാസ്സിൽ അത് പരിശോധിച്ച് അത് ക്ലിയർ ആക്കുന്നു, പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നു. ഇതെല്ലാം പ്ലാനിങ്ങിൽ വരണം. ഇങ്ങനെയാണ് ലെസൺ പ്ലാൻ വരേണ്ടത്. ഈ ലെസൺ പ്ലാൻ കൃത്യമാണോ എന്നത് നന്നായിട്ട് ഉറപ്പുവരുത്തിയിട്ടാണ് അത് ക്ലാസ്സിലേക്ക് പോകേണ്ടത്. നമ്പർ 1. ഇതിനേക്കാളെല്ലാം മേലെ നാം ടീച്ചേഴ്സിന്റെ സ്വഭാവം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കും, വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കി കേൾക്കണം. ഒരിക്കലും ഇതിന്റെ ഓപ്പോസിറ്റ് നിങ്ങളിൽ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ കേൾക്കരുത്. നമ്മുടെ സ്വഭാവം നാം കൃത്യമായി ഉറപ്പുവരുത്തണം, അത് ഏറ്റവും നല്ലതാണെന്ന്. സ്വഭാവത്തെ ഞാനൊന്ന് താൽക്കാലികമായി ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ അഭിസംബോധിതർക്ക്, നാം അഡ്രസ്സ് ചെയ്യുന്ന വ്യക്തികൾക്ക്, അഥവാ ഇപ്പോൾ വിദ്യാർത്ഥികളായിക്കോട്ടെ, വിദ്യാർത്ഥികൾക്ക് നമ്മൾ പ്രഥമ ദൃഷ്ടിയ അവരെ കണ്ടുമുട്ടുന്ന സമയത്ത് അവർക്ക് സന്തോഷമുണ്ടാകുന്ന 5 കാര്യങ്ങളെങ്കിലും നമ്മളിൽ നിന്നുണ്ടാകണം. നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ പ്രഥമ ദൃഷ്ടിയ കണ്ടുമുട്ടുമ്പോൾ, അഥവാ ക്ലാസ്സിലേക്ക് വരുമ്പോഴായാൽ പോലും മിനിമം 5 കാര്യങ്ങളെങ്കിലും നമ്മളിൽ നിന്ന് ഈ കുട്ടികൾക്ക് അവരെ സന്തോഷിപ്പിക്കുന്നത് ഫീൽ ചെയ്യണം. എങ്കിൽ നാം പിന്നീട് ചെയ്യുന്ന, ഇനി ഞാൻ പറയാൻ പോകുന്ന ആക്ടിവിറ്റികളിലെല്ലാം അതിൻ്റെ റേറ്റ് 80/100 ആണ്, 80% ആണ്. അല്ലെങ്കിൽ അത് പലപ്പോഴും 20 and below ആണ്. എന്താണ് 5 കാര്യങ്ങൾ? സന്തോഷിപ്പിക്കുന്ന 5 കാര്യം എന്നുള്ള പറഞ്ഞാൽ അതിങ്ങനെ ചോദിച്ച് ഇതിങ്ങനെ സമയം കളയാം. ഞാൻ പരമാവധി ചുരുക്കാൻ വേണ്ടി ശ്രമിക്കാം. 1, ഐ കോണ്ടാക്ട്. ഐ കോണ്ടാക്ട് പെരുമാറ്റങ്ങളിലെ ഏറ്റവും മുന്തിയ പെരുമാറ്റമാണ്. സ്വഭാവത്തിലെ ഏറ്റവും നല്ല ഒന്നാണ് ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത്. ജാതീയതയും അത്തരം ശൈഥില്യങ്ങളെല്ലാം ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് ഐ കോണ്ടാക്റ്റിനെയാണ്. തമ്മിൽ വെറുപ്പുള്ള ഒരു നാട്ടിൽ ചെന്നാൽ, തമ്മിൽ വെറുപ്പുള്ള ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ, തമ്മിൽ വെറുപ്പുള്ള ഒരു കമ്പനിയിൽ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഭീകരമായൊരു മിസ്റ്റേക്കാണ് ഇതിന്റെ മിസ്സിങ്. ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല. പരസ്പരം സന്തോഷത്തോടെ ഫേസ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. 2, സ്മൈൽ, പുഞ്ചിരിക്കുക എന്നത് ഒരു ടീച്ചറുടെ മുഖമുദ്രയായിരിക്കണം. 3, നമ്മുടെ അഭിവാദ്യങ്ങൾ. ഇപ്പോൾ മുസ്ലിംസ് ഒക്കെ ആണെങ്കിൽ സലാം പറയൽ പോസിബിലിറ്റി ഉള്ളതാണെങ്കിൽ സലാം പറയുന്നു. അതല്ല മറ്റു അഭിവാദ്യം, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, അതുപോലെയുള്ള, അല്ലെങ്കിൽ നമസ്കാരം തുടങ്ങിയ സന്തോഷത്തോടെ പറയാനാണ് ഈ അഭിവാദ്യങ്ങൾ. ശ്രദ്ധിക്കേണ്ടത്, വാക്കുകൾ നാം ഏത് ആറ്റിറ്റ്യൂഡിൽ പറയുന്നോ ആ ആറ്റിറ്റ്യൂഡ് അതിന്റെ മീനിങ് ആയി മാറും. ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കുന്നു, എങ്ങനെ? തകർത്തു. തകർത്തു എന്ന വാക്ക് നെഗറ്റീവാണ്. ബേസിക്കലി തകർത്തു എന്ന വാക്ക് നെഗറ്റീവാണ്. പക്ഷെ നമ്മൾ പറയുന്നത് സന്തോഷത്തോടെയാണ്. അപ്പോൾ അതിന്റെ അർത്ഥം പോസിറ്റീവാണ്. ഒരു ടീച്ചർ ഒരു കുട്ടിയുടെ പക്ഷത്ത് നിന്ന് ഒരു തെറ്റ് കണ്ടപ്പോൾ പറയുന്നു, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നീ അവിടെ വാ, ക്ലാസ് റൂമിൽ വാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നത് പോസിറ്റീവാണ്. പക്ഷേ അത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോട് പറഞ്ഞപ്പോൾ അത് നെഗറ്റീവായി മാറി. ഇതുപോലെ അഭിസംബോധന ചെയ്യുന്നത്, ഞാൻ ടീച്ചറാണ്, ഒരു അധ്യാപകനെ വിദ്യാർത്ഥി ഭയപ്പെടണം എന്ന ആ അന്ധകാരം നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അഭിസംബോധനത്തിന്റെ അർത്ഥവും അതായി മാറും. ഈവൻ നിങ്ങൾ സലാം പറഞ്ഞാൽ പോലും അതിന്റെ അർത്ഥം നെഗറ്റീവായി മാറും. അതുകൊണ്ടാണ് ഐ കോണ്ടാക്ട്, അതുപോലെ തബസ്സും, സ്മൈൽ, പുഞ്ചിരിക്കുക. നിങ്ങൾ സലാം പറയുകയോ ഗുഡ് മോർണിംഗ് പോലെയുള്ള, നമസ്കാരം പോലെയുള്ള അഭിവാദ്യങ്ങൾ പറയുക. സന്തോഷത്തോടെ പറയണം എന്നുള്ള ഡിമാൻഡ് ഉണ്ട്. 4, കുട്ടികളോട് വിശേഷങ്ങൾ ചോദിക്കുന്നു.
വിശേഷം ചോദിക്കാൻ എന്തു മതി, ഹൗ ആർ യു, കൈഫ ഹാലുക്കും, അതുപോലെയുള്ള നല്ല ഒരു സന്തോഷം കൈമാറുന്ന ഒരു ചോദ്യം. എങ്ങനെ, എല്ലാവർക്കും ഹാപ്പി ആയോ, എല്ലാവരും ഹാപ്പി അല്ലേ എന്ന് സന്തോഷത്തോടെ ചോദിക്കുക. ഇത് പറയുമ്പോൾ എനിക്കൊരു കൗതുകം ഓർമ്മ വരികയാണ്. ഞാൻ ഒരു സ്കൂളിലെ ഒരു ടീച്ചിങ് ഇത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഭയങ്കര പ്രശ്നമുള്ള ഒരു സ്ഥലമാണ്. അവർ പറഞ്ഞു ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തീരുമാനിച്ചു അടുത്ത സെഷനിൽ ഇതൊന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷം തുടങ്ങാം. ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു. ക്ലാസ്സിൽ ചെന്ന് നോക്കുമ്പോൾ ടീച്ചേഴ്സ് ഹവാറി ചോദിക്കുന്നുണ്ട്. പക്ഷെ ഹവാറിയും ഇതിന്റെ മീനിങ്ങും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. ടീച്ചർ ക്ലാസ് റൂമിലേക്ക് പോയിട്ട് ഹവാറി പറയുന്നുണ്ട്, പക്ഷെ ആ വാക്കും അയാളുടെ ആറ്റിറ്റ്യൂഡും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. പിന്നെന്താ അർത്ഥമുള്ളത്? ഒരു റിസൾട്ടും ഉണ്ടാവില്ല. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ഇത്തരം വേർഡുകൾ ഉപയോഗിക്കാതെ പോസിറ്റീവായി തന്നെ ഉപയോഗിക്കണം. അഥവാ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ബിലീഫ് മാറണം, നമ്മുടെ കാഴ്ചപ്പാട് മാറണം. കാഴ്ചപ്പാട് എന്താണ്? എൻ്റെ വിദ്യാർത്ഥികൾക്ക് എൻ്റെ ടീച്ചിങ് പ്രോസസ്സ് നടക്കുമ്പോൾ അതിൽ നിന്ന് കുട്ടികൾക്ക് സന്തോഷം കിട്ടണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടാകണം. അപ്പോൾ 1, 2, 3, 4. അഞ്ചാമത്തത് സാധാരണ ഞാൻ പറയാറുള്ളത് ഫിസിക്കൽ ടച്ചാണ്. അത് എല്ലായിടത്തും പോസിബിൾ ആയിക്കൊള്ളണം എന്നില്ല. അവിടെ എന്ത് മതി? ജസ്റ്റ് ഒരു ഇഷാറത്തോ, ജസ്റ്റ് ഒരു സൂചന മതി, ജസ്റ്റ് ഒരു ആംഗ്യം, ഒരു പോസ്റ്റ് ഗസ്റ്റർ മതി, ജസ്റ്റ് ഒരു ആംഗ്യം മതി, ഇഷാറത്ത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വഭാവത്തിന്റെ മികവ് വർദ്ധിച്ചു. ഈ അധ്യാപകൻ ഐഡിയർ ഉപയോഗിക്കുന്നു. ഈ വിദ്യാർത്ഥികളെ കുറിച്ച് അവരുടെ പേജിൽ കുറിച്ചു വെക്കുന്നു. കുറിച്ചു വെക്കുന്ന സമയത്ത് ഈ കുറിച്ചു വെക്കുന്ന അധ്യാപകന്റെ ആറ്റിറ്റ്യൂഡ് വരട്ടെ, കാണിച്ചു തരാം. അല്ല, മോനെ നിനക്കും നല്ലവനാകാനാണ് ഇഷ്ടം, ഞാൻ നിന്നെ സഹായിക്കും. അതിനുള്ളൊരു മീഡിയയാണ് ദീസ്. ഇപ്പൊ ഞാൻ ഈ രേഖപ്പെടുത്തുന്നത് ഒരിക്കലും എൻ്റെ കുട്ടിയെ നോവിക്കാനല്ല. എൻ്റെ കുട്ടിക്ക് ഇഷ്ടമാണ് നല്ലവനാകാൻ, എൻ്റെ കുട്ടിക്ക് ഇഷ്ടമാണ് അഭിനന്ദനം കേൾക്കാൻ. അതിനുള്ള വഴിയാണ് ഞാൻ ഈ രേഖപ്പെടുത്തുന്നത്. ഈ ഗുരുനാഥൻ അത് രേഖപ്പെടുത്തുന്നു. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ ഈ കുട്ടിയെ നാം അഡ്രസ്സ് ചെയ്യുന്നു. മോനെ, നീ നല്ല കുട്ടിയാണ്, നീ സ്കൂളിൽ വരുന്നു, പഠിക്കാൻ വരുന്നു, ഇങ്ങനെ ഒരുപാട് ഗുണം മോനുണ്ട്. നല്ല കുട്ടിയാണെന്ന് പറയാൻ പലപ്പോഴും അപൂർവം ചിലർക്ക് പ്രയാസം ഉണ്ടാകാറുണ്ട്. ഇത്രയും പ്രശ്നമുള്ളവനെ നല്ല കുട്ടിയോ? ഒരു കുട്ടി നല്ലവനാണെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു ഡിമാൻഡും ആവശ്യമില്ല. അവൻ സ്കൂളിലേക്ക് വരുന്നവൻ എന്നതും മാത്രം മതി. ഇസ്ലാമിക വിശ്വാസം ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് വിജ്ഞാനം നേടാൻ വേണ്ടി വരുന്നവൻ മലക്കുകളുടെ, മാലാഖമാരുടെ ചിറകുകൾ വിരിക്കപ്പെടുന്ന പുണ്യവാളനാണ് ഓരോ വിദ്യാർത്ഥിയും. അപ്പൊ നിരുപാധികം നമുക്ക് പറയാം എൻ്റെ കുട്ടി നല്ല മോനാണ്. മോൻ ഈ പ്രശ്നം ഉണ്ടല്ലോ ക്ലാസ് എടുക്കുമ്പോൾ, ഇത് മോൻ പരിഹരിക്കുമോ? ഞാൻ എന്താ മോന് ചെയ്തു തരേണ്ടത്? ഇതാണ് ഗുരുനാഥന്റെ സമീപന രീതി. ഫോർ എക്സാമ്പിൾ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവരും. ഇനിയിപ്പോ ഇവനൊരു ശല്യക്കാരനാ, വയ്യ, ഇവനെ കൊണ്ട് തോറ്റു, കണ്ട എല്ലാവരുടെയും ഈത്തപ്പനക്കെറിയൂ ഇവനെ കൊണ്ട് ആകെ ശല്യമായി. ഇത് പറയുന്ന കുട്ടിയോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച ആ സമീപന രീതിയുടെ സാമ്പിളാണിത്. കുട്ടിയെ ചീത്ത വിളിക്കുന്നതിന് പകരം ആ കുട്ടിയുടെ ഭാഷയിൽ കുട്ടിയോട് സംസാരിച്ചപ്പോൾ കുട്ടി വളരെ പെട്ടെന്ന് മാറുന്നു. ഇതാണ് കുട്ടികളോട് സ്വീകരിക്കേണ്ട സമീപന രീതി. ഇതിന് ഉപയോഗിച്ച ടൂളാണ് ഐഡിയർ. ഞാൻ പറഞ്ഞ ഡിമാൻഡാണ് ആദ്യം നമ്മുടെ പെരുമാറ്റം. ഈ പെരുമാറ്റത്തിന് നാം നമ്മുടെ ട്രെയിനിങ് ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക പ്രയോഗമാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, PR എന്ന് ചുരുക്കി പറയും. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഉസ്താദുമാർക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അതിന്റെ അറബിയിൽ ഞാൻ പറയാറുണ്ട് അൽ അഫ്ആലുൽ മഹ്മൂദ എന്ന് പറയാറുണ്ട്. PR, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഇത് കറക്റ്റ് ആണോ എന്നത് ഏതൊരു ടീച്ചറും ആദ്യം പരിശോധിക്കണം. ഇതില്ലെങ്കിൽ നാം സ്വഭാവത്തിൽ നിന്ന് ഏറെ പിറകോട്ട് പോകുന്നു. നമ്മുടെ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പുഞ്ചിരിക്കാൻ കഴിയാത്തവരാണെങ്കിൽ നമ്മിൽ മാരകമായ സാമൂഹിക ജീർണതയുടെ ബിഗിനിങ് ഉണ്ട്. മാരകമായ സാമൂഹിക ജീർണതയാണ് തൊട്ടുകൂടാത്ത കാലത്ത്, അയിത്തമുള്ള കാലത്ത്, ജീർണതയുള്ള കാലത്ത് ഉള്ള അതിൻ്റെ മാക്സിമം സിമ്പലാണ്
ഫേസ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത്. ഫേസ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത് ആ ജീർണത വിദ്യാഭ്യസിപ്പിക്കുന്ന ഗുരുനാഥരിൽ ഉണ്ടാകാൻ പറ്റില്ല. നാം പരിശീലിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ PR, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അതിനുശേഷം നമ്മൾ ഈ കുട്ടിയിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആദ്യം നമ്മുടെ ക്ലാസ്സിനെ മികവുറ്റതാക്കുന്നു, ലെസൺ പ്ലാൻ കൃത്യമാക്കുന്നു, ക്ലാസ് ഭംഗിയായി പൂർത്തീകരിക്കുന്നു. ഈ കുട്ടിയുടെ പ്രശ്നം ശേഷം പേഴ്സണലായി അഡ്രസ്സ് ചെയ്യുന്നു. അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആറ്റിറ്റ്യൂഡ്, നീ എന്തേ ഇങ്ങനെ ആയിപ്പോയത്, അല്ല, നിനക്ക് എന്ത് ക്ലാസ്സിലൊന്ന് അടങ്ങിയിരുന്നൂടെ, എന്തിനിങ്ങനെ ശല്യം ചെയ്യുന്നത്, അല്ല. ആ കുട്ടിയോട് നമ്മൾ ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ, മോനെ നീ നല്ലവനാ, നീ സ്കൂളിലേക്ക് വന്നു എന്ന മാനദണ്ഡം മതി, നീ നല്ലവനാണെന്ന് പറയാം. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അവനോട് ചോദിക്കുന്നു, ഇങ്ങനൊരു പ്രശ്നം ഇന്ന ദിവസം ഇന്ന സമയം നിന്റേത് നോട്ട് ചെയ്തിട്ടുണ്ട്, എന്താണ് മോന്റെ പ്രശ്നം, മോനത് പരിഹരിക്കാൻ എൻ്റെ ഏത് തരം ഹെൽപ്പാണ് ആവശ്യം. ഇത് മോന് പരിഹാസമായി തോന്നാതിരിക്കണമെങ്കിൽ നമ്മുടെ PR ആദ്യം പ്രാക്ടീസ് ചെയ്ത് നേരെയാക്കണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായിരിക്കണം. എങ്കിൽ ഒരു കുട്ടി നമ്മുടെ ക്ലാസ് റൂമിൽ വളരെ പെട്ടെന്ന് തന്നെ, ഇത്തരം പ്രശ്നമുള്ള കുട്ടികൾ വളരെ പെട്ടെന്ന് നേരെയാകും. ഞാൻ പറഞ്ഞത് അതിന് ഇത് ആദ്യം നേരെയാകേണ്ടത് ഈ സൈഡ് കൂടിയാണ്. ആദ്യം നേരെയാകേണ്ടത് ഈ സൈഡ് നേരെയായാൽ പിന്നെ വെരി സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അക്കാദമിക് എഡ്യൂക്കേഷണൽ ടീച്ചിങ് മെത്തഡോളജി എല്ലാം വളരെ സിമ്പിൾ. ഇപ്പോൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാം. പുതിയ കാലത്തെ സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. ഈ ആറ്റിറ്റ്യൂഡ് മാത്രം മാറിയാൽ വിദ്യാർത്ഥികൾ എവിടുന്നും പഠിക്കാൻ തുടങ്ങും. കുട്ടികളിൽ വല്ല ന്യൂനപക്ഷവും പ്രശ്നക്കാരുണ്ടെങ്കിൽ കുട്ടികൾ അല്ല പ്രശ്നക്കാർ, നാം മുതിർന്നവർ എന്ന് പറയുന്നത് ബ്ലെയിമിംഗ് അല്ല. അധ്യാപകരോ രക്ഷിതാക്കളോ രണ്ടിലേതോ ഒരു കൂട്ടരിൽ നിന്നാണ് കുട്ടികൾക്ക് പ്രശ്നം ഉത്ഭവിക്കുന്നത്. അത് രണ്ട് രീതിയിൽ വരാം. കോൺഷ്യസ്ലി വരാം, അൺകോൺഷ്യസ്ലി വരാം. അൺകോൺഷ്യസ്ലി വരാം. ഞാൻ ചെറിയൊരു സംഭവം പറയാം. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വായിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പുസ്തകമാണ് CP വർക്കിയുടെ ഹാൻഡിൽ വിത്ത് കെയർ എന്ന പുസ്തകം. നേരത്തെ അതിന്റെ മലയാളം അവൈലബിൾ ആയിരുന്നു, ഇപ്പോൾ അവൈലബിൾ അല്ല. കുട്ടികൾ എന്ത് പിഴച്ചു എന്നാണ് അതിന്റെ മലയാളം. അതിൽ അദ്ദേഹത്തിന്റെ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത് കാണാം, നമ്മുടെ കുട്ടികൾക്ക് പഠനത്തിൽ പിന്നോക്കം സംഭവിക്കുന്നതിൽ നല്ലൊരു ശതമാനം അവർക്ക് നമ്മളിൽ നിന്ന് ക്ഷതമേറ്റാൽ അവർ അതിന്റെ തുടക്ക സമയത്തൊക്കെ അതിൽ നിന്നവര് വല്ല രീതിയിലും രക്ഷപ്പെടാൻ ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി അതിന്റെ സംഭവ രൂപത്തിൽ പറയാം. നേരത്തെ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞില്ലേ, ഒരു ചെറുപ്പക്കാരൻ്റെ പിന്നീട് എഞ്ചിനീയറായി എന്ന് പറഞ്ഞത്. അവൻ അങ്ങനെ ആകുന്നത് എങ്ങനെയാണെന്നറിയോ? തുടക്കത്തിൽ അവൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ക്ലാസ്സിൽ ചില ജീർണതകളുണ്ട്, അഥവാ റാഗിങ്ങിന്റെ ഒരു ജൂനിയർ സ്വഭാവം. ഇത് ഇല്ലായ്മ ചെയ്യാനായിരുന്നു അവൻ ഇടപെട്ടത്. പക്ഷെ അത് ബോധ്യപ്പെട്ടിട്ട് കൂടി ഒരു അധ്യാപകൻ ഇവനെ ശിക്ഷിച്ചു, ഇവനെ പ്രതിയാക്കി. അതിനോടുള്ള പ്രതിഷേധം തീർക്കുന്നതിന്റെ ഭാഗമായാണ് അടുത്ത ഒരു സംഭവം ഉണ്ടായത്. ആ സംഭവം ഉണ്ടായതോടുകൂടി അവൻ എന്ത് മുദ്രകുത്തപ്പെട്ടു? ഇവൻ പ്രശ്നക്കാരനെന്ന് മുദ്രകുത്തപ്പെട്ടു. അതിനുശേഷം ഒരിക്കൽ പോലും അവന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവന് താല്പര്യമില്ലായിരുന്നു. അവനിഷ്ടം പ്രശ്നക്കാരനായി തുടരാനായിരുന്നു അവനിഷ്ടം. പക്ഷെ ഒരു വാക്കാണ് അവന്റെ ജീവിതം മാറ്റിയത്. ഇതാണ് അതിന്റെ ഒരു ഉദാഹരണം. എന്താണ്? ക്ഷതമേൽക്കുന്നു അവന്. ആ ക്ഷതത്തിൽ നിന്ന് ആദ്യ തവണ അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അത് നടക്കില്ലെന്ന് കാണുമ്പോൾ പിന്നെ അവർ ചെയ്യുന്നത് താതാത്മ്യപ്പെടുക എന്നാണ് പറയുക. ഇതിന് CP വർക്കി ഒരു ചാപ്റ്റർ തന്നെ വേറെ ഉപയോഗിച്ചത് കാണാം. ഹിറ്റ്ലറുടെ ചരിത്രമാണത്. ഹിറ്റ്ലർ 931 അദ്ദേഹത്തിന്റെ കാലമെങ്കിൽ 62 ജർമ്മനിയിലെ ജയിലിൽ ഒരു ചെറുപ്പക്കാരൻ കുറ്റവാളിയായി പിടിക്കപ്പെടുന്നു, ജയിലിറക്കപ്പെടുന്നു. എന്താണ് കേസ്? 100 കണക്കിന് വധശ്രമമാണ്.
ഈ ചെറുപ്പക്കാരൻ ഇത്തരം വധശ്രമമല്ല, കൊലക്കുറ്റം. അദ്ദേഹം പിടിക്കപ്പെട്ടപ്പോൾ നാട്ടുകാരെല്ലാവരും ആശ്ചര്യത്തോടെ ചോദിച്ചു, എന്താണ് സംഭവം? കാരണം ഇവൻ സുമുഖനാണ്, സൗമ്യനാണ്, സുശീലനാണ്, വിദ്യാഭ്യാസമുള്ളവനാണ്. ഇങ്ങനെയെല്ലാമുള്ള ഇവൻ ഇങ്ങനൊരു കുറ്റകൃത്യത്തിൽ എങ്ങനെ പിടിക്കപ്പെട്ടു എന്നായിരുന്നു വിഷയം. അന്നത്തെ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു ടീം ഇദ്ദേഹത്തെ പഠനവിധേയമാക്കി.